ഒരു 4 ലക്ഷം രൂപയും നിങ്ങളുടെ ഫ്യൂച്ചറും സെറ്റാക്കി തരാമെന്ന് പറഞ്ഞിട്ട് ഒരാളിനെ നിങ്ങളുടെ അടുത്ത് വന്നു. സ്വാഭാവികമായിട്ടും നിങ്ങൾ എന്ത് ചെയ്യും? അയാളെ 2 കൈയും കാലും നീട്ടിയൊക്കെ സ്വീകരിച്ചിട്ട് അവിടെ ഇരുത്തും. ഞാനാണെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യാം. അങ്ങനെയുള്ള ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ് നിലവിൽ സൈലം നിങ്ങൾക്ക് ഒരുക്കിയിട്ടുള്ളത്. അതായത് സൈലത്തിൻ്റെ നെക്സ്റ്റ് എക്സാം എന്ന് പറഞ്ഞൊരു എക്സാം ഉണ്ട്. ഈ ഒരു എക്സാം നിങ്ങൾ കറക്റ്റായിട്ട് പക്ക അടിപൊളിയായിട്ട് എഴുതിയിട്ട് നിങ്ങളതിൽ സ്കോളർഷിപ്പോട് കൂടി പാസ്സായി കഴിഞ്ഞാൽ സൈലത്തിൻ്റെ 2 വർഷത്തെ എൻട്രൻസ് പ്രീമിയം പ്രോഗ്രാം നിങ്ങൾക്ക് ഒരു പൈസയും ഇല്ലാതെ, ഒരു എമൗണ്ടും ചിലവാക്കാതെ നിങ്ങൾക്ക് സുഖമായിട്ട് സുന്ദരമായിട്ട് പഠിച്ചിറങ്ങാൻ പറ്റും. ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ഹോസ്റ്റൽ ഫീസ് ഇല്ല, ട്യൂഷൻ ഫീസ് ഇല്ല. ആ പൈസ ഒക്കെ നിങ്ങൾക്ക് ലാഭമാണ്. ഈ ഒരു സ്കോളർഷിപ്പോട് കൂടിയിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾക്കത് മൊത്തത്തിൽ എന്ത് ചെയ്യാം, ഉഷാറായിട്ട് പഠിച്ച് നല്ല പ്രീമിയം ഫാക്കൾട്ടീസിൻ്റെ അണ്ടറിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് നിങ്ങളുടെ കരിയർ സെറ്റാക്കാം. മാത്രമല്ല ഇത് പഠിച്ചിറങ്ങി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നിങ്ങൾ എന്ത് ചെയ്യും, നല്ല രീതിയിൽ തന്നെ എക്സാമിന് പ്രാപ്തരാകും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എല്ലാവിധ എക്സാമുകളും നല്ല സുന്ദരമായിട്ട് ക്രാക്ക് ചെയ്യാനും പറ്റും. നിങ്ങൾ ഉദ്ദേശിച്ച സ്ഥലത്ത് തന്നെ, അതിന് എഞ്ചിനീയറിംഗ് ആവട്ടെ, മെഡിക്കൽ ആവട്ടെ, ഇനി അതല്ല മറ്റേത് എക്സാം ആവട്ടെ, എല്ലാ എക്സാമും നിങ്ങൾക്ക് അതിസുന്ദരമായിട്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, ഈസിലി ക്രാക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾ ആഗ്രഹിച്ച സ്ഥലത്ത് തന്നെ നിങ്ങൾക്ക് അഡ്മിഷനും ക്രാക്ക് ചെയ്യാൻ പറ്റും. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ 4 ലക്ഷം രൂപയും നിങ്ങളെ ഫ്യൂച്ചറും സെറ്റാക്കി തരാമെന്ന് പറഞ്ഞത്. അത് 2 വർഷം നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് ഹോസ്റ്റൽ ഫീസും ട്യൂഷൻ ഫീസൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ ആ ഒരു പൈസ ഒക്കെ നിങ്ങൾക്ക് ഇവിടെ എന്താണ് ലാഭമാണ്. പിന്നെ നിങ്ങളുടെ ഫ്യൂച്ചറും സെറ്റാവും. അപ്പോൾ നിങ്ങൾ മാക്സിമം എന്ത് ചെയ്യുക, ഈ ഒരു അവസരം മുതലെടുക്കുക. അപ്പോൾ ഇപ്പോൾ തന്നെ മാർക്ക് ചെയ്യുക. November 2 സൈലത്തിൻ്റെ നെക്സ്റ്റ് എക്സാമിൻ്റെ ഡേറ്റ് വരുന്നത്. അപ്പോൾ അന്നേ ദിവസം ഇനി എന്ത് പരിപാടി ഉണ്ടെങ്കിലും അത് മാറ്റി വെക്കുക. ഇനി കല്യാണം ആവട്ടെ, എന്താവട്ടെ, എല്ലാ പരിപാടികളും, എല്ലാ പൊട്ട പരിപാടികളൊന്നും എന്ത് ചെയ്യുക, മാറ്റി വെച്ചിട്ട് നിങ്ങൾ ഈ ഒരു പരിപാടിയിലേക്ക് എന്ത് ചെയ്യുക, അന്ന് എല്ലാവരും എത്തുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് എക്സാം നിങ്ങൾക്ക് ഇനി മേ ബി എന്താണ് ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവില്ല, പോട്ടെ. ഇനി അങ്ങനെ കിട്ടിയില്ലെങ്കിലും പോട്ടെ, നമ്മൾ എന്ത് ചെയ്യുക, ട്രൈ ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ചെയ്യേണ്ടത്. അങ്ങനെ കിട്ടിയില്ലെങ്കിൽ പോട്ടെ, ആ തുമ്മയെ തെറിക്കണം മൂക്കാണെങ്കിൽ പോട്ടെ എന്ന് വെക്കണം. ഫസ്റ്റ് ഓഫ് ഓൾ എന്ത് ചെയ്യുക, നമ്മൾ എക്സാം അറ്റൻഡ് ചെയ്യുക. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, മാക്സിമം അന്നേ ദിവസം തന്നെ എന്ത് ചെയ്യുക, എല്ലാവരും എക്സാം അറ്റൻഡ് ചെയ്യുക. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനോടും ഈ ഒരു കാര്യം പറയുക. എല്ലാവരും എഴുതട്ടെ, എല്ലാവരും വിജയിക്കട്ടെ. എല്ലാവർക്കും നല്ലൊരു ആശംസകൾ നേരുന്നു. അപ്പോൾ മറക്കണ്ട, November 2 ഓൾ ദി ബെസ്റ്റ്.